അപ്പാനി ശരത്തിനെ കാട്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി എനിക്ക് അയാളോടുള്ള ദേഷ്യം നിങ്ങൾക്ക് പറഞ്ഞറിയിച്ച് തരാനാവത്തില്ല, അമ്മാതിരി ദേഷ്യം തോന്നുന്നുണ്ട്. ഇത് ബിഗ് ബോസ് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് ആക്രമിക്കുക മാത്രമല്ല, വളരെ മ്ലേച്ഛമായ പദപ്രയോഗങ്ങളാണ് അവരുടെ അടുത്ത് കാണിക്കുന്നത്. വളരെ മോശപ്പെട്ട രീതിയിലാണ് അപ്പാനി അവളോട് ബിഹേവ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു പരിധി വരെ അനു അത് ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവളെ മുഖഭാവം കാണുമ്പോൾ. പക്ഷെ ചില സമയത്ത് അവളെ കൈവിട്ട് പോകുന്നുണ്ട്, പിടിവിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വല്ലാണ്ട് പതറുന്നുണ്ട്. അവളെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് അവളുടെ ഒരു ടാക്ടിക്സ് ആണ്. കാരണം അങ്ങനെ അറ്റാക്ക് ചെയ്താലേ അവൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ. ആ സ്ക്രീൻ സ്പേസിൽ തന്നെയാണ് അവൾക്ക് അവിടെ തുടരാനും പറ്റുള്ളൂ. ഇപ്പോൾ അവൾക്ക് കപ്പ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോട്ടെ, പക്ഷേ അവൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്, ആൾക്കാർ അവളെ കാണുന്നുണ്ട്, ക്യൂരിയസ് ആയിട്ട് അവളുടെ പ്രോഗ്രാം കാണാനായിട്ട് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പം അപ്പാനി അത് ചെയ്യുമ്പോൾ അപ്പാനി മനസ്സിലാക്കേണ്ടത് അവൻ ലൂസർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്രൂക്കഡായിട്ട് എല്ലാവർക്കും ഇടയിൽ കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടും അപ്പാനി ശരത്തിന് അനുവിനെ വിൻ ചെയ്യാൻ പറ്റാത്തൊരു ഒരു ചെറിയ മാനസിക പ്രയാസമുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് അവന് മനസ്സിലായ ഒരു കാര്യം, പുറത്തുനിന്ന് വന്നവർക്കൊക്കെ തന്നെ നെഗറ്റീവ് ഇതാണ് അപ്പാനിയോടുള്ളത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുടരാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രൂവൽറ്റി കുറച്ചുകൂടെ അവളുടെ അടുത്ത് കാണിച്ച് അവളെ കുറച്ചുകൂടെ അങ്ങ് വേദനിച്ചിട്ട് ഇറങ്ങി പോകാമെന്നാണ് വിചാരിക്കുന്നത്. കേട്ടോ, പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിക്കാമല്ലോ, അവൾ നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ വന്നാൽ മിണ്ടാതിരിക്കാമല്ലോ, അപ്പം വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് രണ്ട് പറയാമല്ലോ. അതിന് പകരം ആ ഷോയ്ക്കകത്ത്, ഇത്രയും മനുഷ്യർ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് നിങ്ങൾ ഈ വൃത്തികേട് കാണിച്ചാൽ നിങ്ങളെ മാത്രമല്ല ആളുകൾ പറയുക, നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിനെ അവഹേളനം നേരിടേണ്ടി വരും. ഇപ്പോൾ ഇയാളുടെ മക്കളൊക്കെ എന്തായാലും ഈ ഷോ കാണുന്നുണ്ടാവും. അതുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിലുള്ളവർ ഇത് കാണുന്നുണ്ടാവും. ആ കുട്ടികൾക്കൊക്കെ തന്നെ വിഷമം ഉണ്ടാക്കി കൊടുക്കത്തില്ല, തന്ത ഇമാതിരി ഒരു അലവലാതിയാണെന്ന്. ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് പെണ്ണിനെ ആക്രമിക്കുന്ന നല്ല തന്തയാണോ? ആ കൊച്ചുങ്ങൾക്ക് എന്ത് മാനക്കേടാണ്, അതുപോലെ അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കുന്നു. ഒരു വിവരം വേണ്ടേ കഴുതയ്ക്ക്? ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന അത് മൃഗങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ട് കുരങ്ങ്, മറ്റത്, മറിച്ചത് എന്നൊക്കെ. പിന്നെ ഒരു സെഗ്മെന്റിൽ അവർ തമ്മിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് പഴങ്കഞ്ഞി കണ്ട കഴിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഒരു കമന്റ് വന്നിരുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇതെന്ത് ഈ കരിപ്പെട്ടിയുടെ കാര്യം ഇവൻ പറയണമെന്ന്. ഞാൻ കരിപ്പെട്ടി കെട്ടിട്ടല്ലെന്നു. പിന്നെയാണ് ഞാൻ പോയി ഈ ഏഷ്യാനെറ്റിൻ്റെ തന്നെ മറ്റൊരു വേർഷനിൽ ഞാൻ ആ പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഏത് അനുമോള് അവളുടെ കഥ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു കഥ പറയുന്നത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ അതിനകത്ത് അവർ ആ കാര്യം പറയുന്നുണ്ട്. പക്ഷെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടും അതിനകത്ത് അപ്പൻ കരിപ്പെട്ടി മോഷ്ടിച്ചു എന്നെവിടെയും പറയുന്നില്ല. പിന്നെന്തിനാ അങ്ങനെ ഒരു സ്പീച്ച് അവൻ നടത്തിയെന്ന് അറിയത്തില്ലേ? അതായത് എങ്ങനെയും ഒരു വ്യക്തിയെ ഇകഴ്ത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി മോശം പറയുകയാണ് അനുവിനോട് അവൻ ചെയ്തത്. പിന്നെ അവളെ ബൊമ്മ വാങ്ങിച്ചെറിയുന്നു. ഈ ബൊമ്മയിൽ കയറി പിടിക്കണ എന്തിനാണ്? അവൾക്ക് അത് എന്തെങ്കിലും ഒന്ന് പ്രിയമുള്ളതായിരിക്കാം, ചിലർക്ക് പില്ലോ പ്രിയമുള്ളതായിരിക്കാം, എന്തെങ്കിലും ഒന്നിൽ അവർ കംഫർട്ട് ആയിക്കോട്ടെ. ഒരു മനുഷ്യനല്ലേ, അവർക്ക് എന്തിനാണ് കംഫർട്ട് ആകുന്നത് അതിലായിക്കോട്ടെ. ഇവൻ എന്തിനാണ് അവളെ പിറകെ നടക്കുന്നത്? നിനക്കൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ ഇല്ലാത്തതിനാൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു തരം കുശുമ്പ് കുഞ്ഞായ്മയല്ലയോ? പെണ്ണുങ്ങളെ പോലെ പെരുമാറരുത്. ഈ പെൺകുട്ടികൾക്കാണ് പിന്തുടർന്നവരെന്നൊക്കെ പറയുക, കുരുകുരുന്ന്. ഇവൻ എന്തിൻ്റെ കേടാണ്? ഇവിടെ ഓൾറെഡി അവർക്ക് നല്ല ശത്രുക്കൾ അവിടെ ഉണ്ട് തന്നെയാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് നന്നായിട്ട് ആക്രമിക്കുകയാണ്. അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവളെ ഇത്രയും പേര് ചേർന്ന് ആക്രമിക്കുന്ന കാണുമ്പോൾ ആ കുട്ടിക്ക് സപ്പോർട്ടീവായി നിൽക്കുകയില്ല. അറിയുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അവർ കാണിക്കേണ്ട മര്യാദ അതല്ലേ? അവർക്ക് പരസ്പരം അറിയാം എന്നുള്ളത് അവർക്കറിയാം. പിന്നെ ജിസേലിൻ്റെ അടുത്ത് പലപ്പോഴും അവൻ പറയുന്ന ഒരു കാര്യമാണ്, അവൾ വലിയ ആക്ട്രസ് ഒന്നുമല്ലേ, അതാണ് ഒരു ഷോ ഇങ്ങനെ നടത്തുന്നുണ്ട്, ആ ഷോ വായിക്കാത്ത അവളുണ്ട്. അതെന്താ നീ ഇത്ര ഡീഗ്രേഡ് ചെയ്യുന്ന? അപ്പം ഇങ്ങനെ നീ എങ്ങനെ വന്നത്? നീ എന്തായിരുന്നു? മമ്മൂട്ടിയുടെ സ്വന്തം മോനായിരുന്നാ? അല്ല, അങ്ങനെ എന്തെങ്കിലും നിനക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? നീ ഇതുപോലെയൊക്കെ സ്ട്രഗിൾ എടുത്ത് വന്നതായിരിക്കത്തില്ലേ? നീ ഏത് സിനിമയിൽ അഭിനയിച്ച്? ഞാൻ ഇതുവരെ ഇവൻ്റെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ അഹങ്കാരികൾ ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കണം. കാരണം ഇത്തരം അഹങ്കാരികൾ വളർന്നു വന്നാൽ ഇനി വരുന്നിരിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കിയാണ്. അവൻ്റെ ആ ഒരു ആഠ്യത്തെ നോക്കിക്കാണ്. അവൻ എന്തോ ഭയങ്കര സംഭവമാണ്, ബാക്കിയുള്ളവരെല്ലാം ഇതുവാണെന്ന്. വേറെ ചെറ്റ നാറിയാണെന്നേ, വേറെ മോശപ്പെട്ട വൃത്തികെട്ടവനാണ്. ആ പെങ്കൊച്ചിനെ പിന്തുടർന്ന് അങ്ങോട്ടൊക്കെ നിന്നെ തീർക്കും ഞാൻ, ഇല്ലാണ്ടാക്കും ഞാൻ, തന്തയ്ക്ക് പറയുകയാണ്. അതൊക്കെ എന്തുവാണത്? തന്തയ്ക്ക് പറഞ്ഞങ്ങ് കയറുന്ന അവൾ തിരിച്ചു പറയുന്നില്ലല്ലോ. അതും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ടാസ്കിൽ ഇങ്ങനെ അവളിട്ട് ആക്രമിക്കുന്ന കാണുമ്പോൾ അനീഷ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനീഷ് അവൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യരുത്, മോശമാണ്, അത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് അല്ലേ, നീ നിന്റെ ജോലി നോക്കുന്നു പറഞ്ഞപ്പം അവൻ്റെയും തന്തയ്ക്ക് വിളിക്കുന്നു. അത് തന്തയ്ക്ക് വിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത വർക്കിനെ ബേസ് ചെയ്താണ് അവൻ തെറി വിളിക്കുന്നത്. എന്താണ് അനീഷിന്റെ ഫാദർ ചെയ്തത് അതിനെ റിലേറ്റ് ചെയ്താണ് അവൻ മോശം പറയുന്നത്. അതേ സാധനം തന്നെയാണ് അവളുടെ അപ്പനും. അതും ഈ പറയുന്ന കരിപ്പെട്ടി ഒരു പോർഷൻ, ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരു നഷ്ടം വന്നതെന്ന് പറയണു. അങ്ങനെ അത്രയും മോശപ്പെട്ട് അവരുടെ തൊഴിലിനെ ഇകഴ്ത്തിക്കൊണ്ട് ഇവൻ പറയാം. ഇവ എന്തുമാത്രം അപമാനമാണ് പറയുന്നത്. ഇത് ഇവൻ വിചാരിക്കുന്ന അനുവിന് അപമാനമാണ്, അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും, പുറത്തുള്ളവരൊക്കെ ആണെന്ന് പറയും. അങ്ങനെയാ ധരിക്കുന്നേ? ഒരിക്കലുമല്ല.
സത്യം പറഞ്ഞാൽ അവനെ പോലൊരു ഫ്രോഡ് വേറെ ഇല്ല ആ ബിഗ് ബോസ് ഹൗസിൽ. അവനെ പിടിച്ച് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. സത്യം പറഞ്ഞാൽ ഒരുപാട് പറയണമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. തൽക്കാലം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.